ജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ മരം വെട്ടുകാരിയാകേണ്ടി വന്ന യുവതിയാണ് പാലക്കാട് കരിമ്പയിലെ സുഹദ. രക്ഷാപ്രവർത്തകനും മരം വെട്ടുകാരനുമായ ഷമീറിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്നാണ് സുഹദയ്ക്ക് ജീവിത പങ്കാളിയുടെ അതേ തൊഴിലിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഈ റിപ്പോർട്ടോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകും. അതിനുശേഷം ഹാപ്പനിംഗ് അവേഴ്സിലെ അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി തിരിച്ചെത്താം. നമസ്കാരം. എനിക്ക് പുറകിൽ പേടിയില്ലാതെ മനക്കരുത്തോടെ മരം വെട്ടുന്നയാളാണ് സുഹദ. സുഹദയെ അറിയുന്നതിന് മുമ്പ് മറ്റൊരാളെ പരിചയപ്പെടാം. ഷമീർ. കരിമ്പ ഷമീർ എന്ന് പറഞ്ഞാലേ നാടറിയൂ. ഏത് ദുരന്തമുഖത്തും രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയിരുന്ന, എത്ര ഉയരമുള്ള മരത്തിന് മുകളിൽ കയറിയും ജോലി ചെയ്തിരുന്ന, എത്ര ആഴമുള്ള കിണറിലും സാഹസികമായി ഇറങ്ങിയിരുന്ന നാടിനാകെ പ്രിയപ്പെട്ട ഷമീർ അപ്രതീക്ഷിതമായാണ് 2024 മെയ് 24 ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ഭാര്യ സുഹദയും 4 മക്കളും എന്തു ചെയ്യണമെന്നറിയാതെ ദുരിതത്തിന്റെ ആഴക്കടലിലേക്ക് വീണു. ഷമീർ രക്ഷാപ്രവർത്തനത്തിനായി ഒന്നും നോക്കാതെ നാട് മുഴുവൻ ഓടിയപ്പോൾ കടവും കുന്നോളമായി. 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സുഹദ ഒരു ജോലിക്കായി അലഞ്ഞു. ഒന്നും കിട്ടാതായപ്പോൾ സുഹദ തീരുമാനിച്ചു തൻ്റെ പ്രിയപ്പെട്ടവൻ ചെയ്ത അതേ ജോലി തന്നെ തിരഞ്ഞെടുക്കാൻ. പ്രയാസം കൊണ്ട് വഴി തന്നെ തീരുമാനിച്ചതാണ്. ഇതിലേക്ക് ഇറങ്ങേണ്ടി വന്നു. കാരണം നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. 4 മക്കൾ മുന്നിലുണ്ട്. അപ്പോൾ അവരൊക്കെ മുന്നിൽ നമുക്ക്, പിന്നെ ഈ നാട്ടിലെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കണം. തളർത്തിയവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. പിന്നെ വേറൊരു ജോലി തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിക്ക് ഫണ്ട് ഇറക്കണം. അപ്പോൾ അതിനുള്ള ഫണ്ട് എൻ്റെ കയ്യിലില്ല. കയ്യെത്താ ദൂരത്ത് മൂപ്പര് വരുത്തിയ കുറച്ച് കടങ്ങളുണ്ട്. സാമൂഹ്യ പ്രവർത്തനത്തിനായിട്ട് അത് ചിലവഴിച്ചത്. അപ്പോൾ ഈ ഒരു വഴി തിരഞ്ഞെടുക്കല്ലാതെ എൻ്റെ മുന്നിൽ വേറെ നിവർത്തിയില്ല. അങ്ങനെ ഇക്കാൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ട്രെയിനിങ്ങും, മൂപ്പര് ഇവിടെ വന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ അവിടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കൂടെ പോയി മൂപ്പർക്ക് ആദ്യം വിളിക്കുക ചെയ്തത്. മൂപ്പര് ആദ്യം വിളിച്ചപ്പോൾ ഒരു സ്ത്രീയാണല്ലോ, ഇല്ല മടിയൊന്നും പറഞ്ഞില്ല, സ്ത്രീയാണ്. ഒരു ഷോക്ക്. അതായത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ലേഡി വിളിച്ചിട്ട് ട്രെയിനിങ് തരും, അതായത് ഉറ്റ സുഹൃത്തിൻ്റെ ഭാര്യ എന്നുള്ള ഒരു കാഴ്ച ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഒരു ലേഡീസിനെ? ഒരിക്കലും ഇല്ല. നമുക്ക് ഇതിലേക്ക് വരുന്നത് ഒരു പ്രചോദനമാണല്ലോ. ഇത് എല്ലാ പെണ്ണുങ്ങളും തളർന്നിരിക്കണ ഒരു സ്ത്രീകൾക്ക് ഒരു ധൈര്യമാണ്. അപ്പോൾ ഇവരെ മരണത്തിൻ്റെ ശേഷം ഞാൻ ഒരുപാട് ആൾക്കാരോട് എനിക്കൊരു ജോലി തരുമോ, കാരണം എനിക്ക് 200-250 ഉറുപ്പ്യ കിട്ടിയതിനെ കൊണ്ട് എൻ്റെ എവിടെ എത്തൂല. കാരണം സ്കൂള്, മദ്രസ, കുട്ടികളെ ഭക്ഷണ ചെലവ്, ഡ്രസ്സ്, എല്ലാ കാര്യവും, വീട്ടിലത്തെ ചില്ലറ അടവുകൾ, കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇതിലേക്ക് ഇറങ്ങിക്കൂടാ. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. 100-99% നല്ല പ്രതികരണമാണ്. അതിൽ 1% ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ തോണ്ടാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. ഷമീറിന്റെ വിയോഗത്തിന് ശേഷമാണ് സുഹദ തൻ്റെ ജീവിത പങ്കാളിയുടെ തൊഴിൽ സ്വീകരിക്കുന്നത്. മക്കളെ പോറ്റി വളർത്താൻ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. നമുക്ക് പിന്തുണയ്ക്കാം. ക്യാമറാമാൻ രമേശ് രാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.